ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘായുസ്സുള്ള ജപ്പാനിലുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇതിന്റെ പേരാണ് 80% റൂള്. ജാപ്പാനീസിൽ അതിന് ഹര ഹാച്ചി ബു എന്ന് പറയും. അതെന്താണ്? നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് ഒരു സൂട്ട് കേസ് പാക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ഭൂരിപക്ഷം ആളുകളും എന്താ ചെയ്യുക? സൂട്ട് കേസിനകത്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ കുത്തി നിറച്ചിട്ട് അത് വളരെ ടൈറ്റായിട്ട് ഇങ്ങനെ സിപ്പ് പാക്ക് ചെയ്യും. എന്നാൽ നമ്മൾ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആ സൂട്ട് കേസിനകത്ത് അടുക്കി വെക്കുകയാണെങ്കിൽ അത് വളരെ വൃത്തിയിൽ അകത്തുള്ള ഡ്രസ്സൊന്നും കേടുവരാതെ നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ ആമാശയത്തിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നായിട്ട് വാരി വലിച്ച് വയറ് നിറയെ ഫുഡ് കുത്തി നിറക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഷുഗറിന്റെ സ്പൈക്കിങ് നടക്കുകയാണ്. ഇൻസുലിൻ കുത്തനെ കൂടും, ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കൂടും. ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം ഓവർ വർക്ക് എടുത്തിട്ട് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള രക്തം കൊടുക്കേണ്ടി വരികയാണ്. എന്നാൽ നമ്മൾ വയറിന്റെ ഒരു 80% മാത്രം നിറയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ബിപിയും ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണമൊക്കെ കൺട്രോളിൽ കിട്ടും. മാത്രമല്ല കോശത്തിനകത്തെ ഓട്ടോഫാജി എന്ന് പറയുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു മെക്കാനിസം അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാറും. ഭക്ഷണം ഈ ഒരു 80% എന്നുള്ള രീതിയിൽ എത്തിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വളരെ സ്പീഡ് കുറച്ച് പതുക്കെ പതുക്കെ കഴിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റൊമക്കിന്റെ 80% എത്തുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്പീഡിൽ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം ഫുള്ളായി കഴിയുമ്പോഴേ തലച്ചോറിലേക്ക് ആ മെസ്സേജ് പോവുള്ളൂ. തലച്ചോറിനാണെങ്കിൽ ഭക്ഷണം ഫുള്ളായി എന്നുള്ളൊരു മെസ്സേജ് കിട്ടാൻ ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുക്കും. അപ്പോഴേക്ക് സ്റ്റൊമക്ക് ഫുള്ളായിട്ടുണ്ടാവും. അതുകൊണ്ട് പതുക്കെ കഴിക്കുക. 80% ഫുള്ളാവുമ്പോൾ നിർത്തുകയും ചെയ്യാം.